ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനാണെങ്കിൽ ഒരു കാര്യം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്നും ആവർത്തിക്കുകയാണ്. സോറി, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അത് കഴിഞ്ഞിട്ട് അത് മാത്രം ചെയ്താൽ പോരാ, എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. അത് ചെയ്യാൻ മറക്കുന്നത് കൊണ്ടല്ലേ ഞാൻ എന്നും ഇങ്ങനെ പറയുന്നത്. ഇനി ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ FB ID കൊടുത്തിട്ടുണ്ട്, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ID ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെയിൽ ID നോക്കി നിങ്ങൾക്ക് മെയിൽ ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അറിയാൻ വയ്യാത്തതാണെങ്കിൽ ഞാൻ അറിയത്തില്ല എന്ന് തന്നെ പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു. നമുക്ക് UK വരാൻ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ വിദ്യാഭ്യാസം നോക്കാതെ നമ്മൾ ജോബ് ചെയ്ത് എന്ത് ജോബാണോ ചെയ്തത് അതിന്റെ എക്സ്പീരിയൻസ് നോക്കാതെ ഒരു വിസ നമുക്ക് UK ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ആ വിസ എന്താണ്, എങ്ങനെയാണ് അത് കിട്ടുന്നത്, ആ കാര്യങ്ങളെല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. അപ്പോൾ ആ വീഡിയോ ഒരുപാട് ഞാൻ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അത് കയറി ഒന്ന് നോക്കിയിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. അപ്പം ഞാൻ നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തപ്പം, ഏത് വിസ കാറ്റഗറി വരും, എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇന്ന കാര്യങ്ങളുണ്ടെന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ആ വീഡിയോ തന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം. നിങ്ങൾ ഫുൾ വീഡിയോ കാണണം, എന്നിട്ട് മാത്രം ഡൗട്ട് ചോദിക്കുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഫുൾ വീഡിയോ കാണുക. എന്നിട്ട് പിന്നെയും എന്തെങ്കിലും ഡൗട്ട്സ് നിൽക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിലോ ഞാൻ പറഞ്ഞ പോലെ മെയിലിലോ FB ID ചോദിക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പ് വിസ ഒരു ന്യൂ വിസ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് ടയർ 1 ഗ്രാജുവേറ്റ് എന്റർപ്രണർ വിസയെ റീപ്ലേസ് ചെയ്താണ് ഈ വിസ കയറി വരുന്നത്. ഇനി ഈ വിസ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, നിങ്ങൾ എപ്പോഴും ചോദിച്ചൊരു ഡൗട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മുടെ എക്സ്പീരിയൻസോ നോക്കാതെയാണ് ഈ വിസ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞത്. നമുക്കിപ്പം UK വരാൻ ഒരു ബിസിനസ് ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്, UK ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യമേ ഇത് ബിസിനസ്സുകാർക്ക് മാത്രം ഉള്ളതാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഇത്ര കാശ് വേണ്ടേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ആലോചിച്ച് വീഡിയോ മാറ്റാൻ വരട്ടെ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറവ് പൈസ മതി. ഞാൻ ഓൾറെഡി ആ എത്ര രൂപ വേണം എന്നുള്ള കാര്യം, ഇന്ത്യൻ മണിയുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ എത്ര സേവിങ്സ് വേണം എന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ ഞാൻ പുറകെ വിശദീകരിക്കാം. അപ്പൊ പിന്നെ വീഡിയോ മാറ്റാൻ വരട്ടെ. ഞാൻ ഓൾറെഡി പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് UK വരാൻ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ സ്റ്റുഡന്റ് വിസയിൽ വരാൻ താല്പര്യമില്ല. മാത്രമല്ല, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു കാര്യം, 2-3 പേര് എന്നോട് ചോദിച്ചു, എനിക്ക് 10th ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ? അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 10th നമ്മൾ പഠിപ്പ് നിർത്തിയെന്ന് വെച്ചു, അല്ലെങ്കിൽ 12th നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് പണക്കാരനെന്നോ പാവപ്പെട്ടനെന്നോ എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമുള്ള ഒരു കാര്യമാണിത്. അപ്പം ഞാൻ പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10th പഠിപ്പ് നിർത്തി അല്ലെങ്കിൽ 12th പഠിപ്പ് നിർത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഒരു അറിവിൽ നല്ല സ്കില്ലായിരിക്കും. അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായ്മ കൊണ്ടാണ് മുൻപോട്ട് പറ്റാതെ പോയത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ല സ്കില്ലായിരിക്കും. പഠിച്ചവർക്ക് സ്കില്ലില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇനി ആ പേരില് കമന്റ് ഇട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ വരരുത്. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള കുറെ പേർക്കായാലും പല മേഖലകളിൽ സ്കില്ല് കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വിസയാണ് നിങ്ങൾക്കിത്. പിന്നെ രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത്, അതായത് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ
യൂറോപ്യൻ യൂണിയൻ എക്കണോമിക് ഏരിയയിൽ പുറത്തുള്ളവരായിരിക്കണം. നമ്മൾ ഓൾറെഡി ഇന്ത്യയിലാണ്, നമ്മൾ യൂറോപ്യൻ യൂണിയന് വരുന്ന ഒരു കൺട്രി അല്ല അല്ലെ. എങ്കിലും ഞാൻ ആ കൺട്രീസിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഓസ്ട്രിയ, ബൾഗേറിയ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻസ് അല്ലാത്ത ഐസ്ലാൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള കൺട്രീസിൽ വരാൻ പാടില്ല നമ്മൾ. ആ ഏതൊക്കെ കൺട്രീസ് ആണെന്ന് ഞാനൊന്ന് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ജസ്റ്റ് ഇനി അതിന് പേരിലൊരു ഡൗട്ട് വേണ്ട, അപ്പൊ അത് ഞാൻ കാണിച്ചിരിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ്സ്, എന്തൊക്കെ ആവശ്യകത ഉണ്ടെന്ന് ഈ സൈറ്റിൽ ഇവർ അല്ലെങ്കിൽ ഗവൺമെന്റ്, UK ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. അത് സിമ്പിൾ കാര്യങ്ങളാണ്. അത് ഞാൻ മുമ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പം ഞാൻ പറയാം ഒന്നും കൂടെ. നമുക്ക് ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാം. ഒരു ബിസിനസ് ഐഡിയ പുതിയ ആയിട്ട്, ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിരിക്കണം, ആരും ചെയ്യാത്തൊരു ഐഡിയ ആയിരിക്കണം. ഒരാൾ എന്നോട് ആ കമന്റ് ബോക്സിൽ ചോദിച്ചു അത് എന്തൊരു ഐഡിയ ആണ്. ആ ഐഡിയ അറിയാമെങ്കിൽ എന്റെ മാഷെ ഞാൻ ഇങ്ങനെ വന്നിരിക്കുവോ? ഞാൻ ആ ഐഡിയ പറഞ്ഞിട്ട് ആ വിസയിൽ വരുവല്ലേ ചെയ്യുള്ളൂ, ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്ന് നിൽക്കുവോ? ഇല്ല, എനിക്ക് ആ ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ആ ഐഡിയ ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആ ഒരു ഡൗട്ട് ചോദിക്കരുത്. ന്യൂ ഐഡിയ ആയിരിക്കണം, യൂറോപ്യൻ യൂണിയൻ എക്കണോമിക് ഏരിയയുടെ ഔട്ട്സൈഡ് ആയിരിക്കണം. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചുമ്മാ ഈ വിസ കിട്ടത്തില്ല. ഈ വിസ കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു എൻഡോഴ്സ്മെന്റ് ബോഡിയുടെ എൻഡോഴ്സിംഗ് ലെറ്റർ അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് ലെറ്റർ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അംഗീകാരം വേണം. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു UK ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ നമുക്ക് ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിസ കിട്ടുള്ളൂ. അപ്പൊ UK ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്ന കോളേജസ്, നമ്മുടെ യൂണീസ് ഉണ്ടല്ലോ, മാസ്റ്റേഴ്സ് അല്ല ഡിഗ്രി ആണെങ്കിലും ചെയ്യാൻ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിറ്റീസ്. ആ ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞവരുടെ കാര്യമാണ് പറഞ്ഞത്. അതല്ല നിങ്ങൾ 10th 12th അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ട്രേഡ് ടെക്നിക്കലായിട്ടുള്ള കോഴ്സസ് ചെയ്തവരെങ്കിൽ, ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ ആയിട്ട് പോകുന്നവര് അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം ട്രേഡായിട്ട് ടെക്നിക്കൽ പരമായിട്ട് പോകുന്നവരുണ്ടല്ലോ, അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വകയല്ല, പകരം നിങ്ങൾക്കൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ എൻഡോഴ്സ്മെന്റ് ആണ്, അംഗീകാരമാണ് വേണ്ടുന്നത്. ഈ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കച്ചവടം നടത്തുന്ന ആളുടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ UK എന്റർപ്രനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ എൻഡോഴ്സ്മെന്റ് ആണ് വേണ്ടുന്നത്. ഇനി ഈ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണീസ്, ഇപ്പൊ ബാച്ചിലേഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ യൂണീസ്, നമ്മൾ ആ ഏതാണോ പഠിച്ച യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ എൻഡോഴ്സ്മെന്റ് നമുക്ക് വേണം. ഒട്ടുമിക്ക ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസും ഈ അംഗീകാരം കൊടുക്കുന്നവരാണ്. അതായത് ഈ എൻഡോഴ്സ്മെന്റ് ലെറ്റർ തരുന്നവരാണ്. നമ്മുടെ ഐഡിയ ന്യൂ ആണെങ്കിൽ അവർ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. പിന്നെ ഞാൻ ഈ ബിസിനസ് എന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് ബിസിനസ് ആണെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് എന്തോ ആകാം, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സും ആകാം, പക്ഷെ അതൊരു ന്യൂ ഐഡിയ ആയിരിക്കണം, ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ഐഡിയ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഉള്ള അല്ലെങ്കിൽ ഇവിടെ UK ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് ജോയിൻ ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ വിസ കിട്ടില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് മാത്രം പോരാ, ഈ റണ്ണിംഗ് ആയിട്ടുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ജോയിൻ ചെയ്യാനോ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പിന്നെ നമ്മുടെ ഈ ഐഡിയ വൈബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്നൊരു പോയിന്റും കൂടി അവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള ഒരു ഐഡിയ ആയിരിക്കണം, ഭാവിയിൽ നല്ലൊരു വളർച്ചയുള്ള ഒരു ഐഡിയ ആയിരിക്കണം. കാരണം ഇത്ര പൈസ കുറഞ്ഞ് അവർ നമുക്കൊരു വിസ തരണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ, അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഐഡിയ ബെറ്റർ ആണ് എങ്കിൽ, സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് നമുക്ക് എൻഡോഴ്സ്മെന്റ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഐഡിയ അപ്രൂവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുക, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പം ഒട്ടുമിക്ക ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും, അതായത് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ പറഞ്ഞത് UK ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം, അതാണെങ്കിൽ അവരവർ പഠിക്കുന്ന കോളേജിലെ പിള്ളേർക്ക് മാത്രമേ അവരത് കൊടുക്കുള്ളൂ കേട്ടോ. അത് ലിസ്റ്റിൽ കിടപ്പുണ്ട്. ഞാൻ ഒട്ടുമിക്ക പകുതിയോളം യൂണിവേഴ്സിറ്റീസിന്റെ പേര് ഞാൻ
ഇതിൽ ലിസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഏത് ഓർഗനൈസേഷനാണ് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ പഠിക്കുന്നവരല്ല എങ്കിൽ, വെളിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഏത് ഓർഗനൈസേഷനാണ് നിങ്ങൾക്ക് ഈ എൻഡോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകാരം തരിക എന്ന് നമുക്ക് നോക്കാം. അതും കുറച്ച് ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അതിൽ നേരിട്ട് കയറി നോക്കി അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളായിരിക്കണം, നല്ല കഴിവുള്ള ആളായിരിക്കണം, നല്ല ഐഡിയ ആയിരിക്കണം. ഇത്ര മാത്രമേ ഒട്ടുമിക്ക ഓർഗനൈസേഷൻസും പറയുന്നുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ എനിക്കറിയാം നമ്മളെപ്പോലെ ഇന്ത്യക്കാരിൽ, അതായത് നമ്മളെപ്പോലെയല്ല എന്നെപ്പോലെയല്ല, പൊതുവെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് നല്ല ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. നേരത്തെ ഒരു ചേട്ടനോട് ചോദിച്ചായിരുന്നു ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയില്ല. അത് എന്തും ഐഡിയ ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ കിട്ടിയാലോ, പറയാൻ പറ്റില്ല. ഇന്നോവേറ്റീവ് ഐഡിയ ആണെങ്കിലോ എന്നത് ഇവിടെ അക്സെപ്റ്റബിൾ ആണെങ്കിലോ, ഇവിടെ ആയുർവേദത്തിനൊക്കെ സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഇവർ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എവിടുന്നാ നമുക്കൊരു ഭാഗ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു ഗെറ്റ് എ വിസ, അതായത് നമുക്ക് എത്ര നാൾക്ക് ഇടയിൽ നമുക്ക് എത്ര നാൾ എടുക്കും ഈ വിസ കിട്ടാനെന്ന്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് 3 മാസത്തിനുള്ളിൽ കിട്ടും കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് ജൂൺ 15 യു കെയിലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചോ, നിങ്ങൾക്ക് ഒരു മാർച്ച് 16 മുതൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വിസ ഡിസിഷൻ വിതിൻ 3 വീക്സിനുള്ളിൽ അറിയാമെന്നാണ് അവർ പറയുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് നമ്മുടെ വിസ അപ്രൂവൽ ആയോ അതോ റിജക്റ്റ് ആയോ എന്ന് അവർ പറയും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ പൈസ തിരിച്ചു കിട്ടില്ല കേട്ടോ. അത് എങ്ങനെയായാലും, ഇപ്പൊ സ്റ്റുഡന്റ് വിസ ആയാലും നമുക്ക് വിസ കിട്ടില്ല. വിസ കിട്ടില്ല എന്നല്ല, സോറി, നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത പൈസ തിരിച്ചു കിട്ടില്ല. ഇനി ഈ വിസ ഫീസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ സിറ്റുവേഷനും നമ്മൾ എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതിനെയൊക്കെ പറ്റിയിരിക്കും. അത് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇൻസൈഡ് യു കെ ആണെങ്കിൽ 493 പൗണ്ട്, അതായത് 493 പൗണ്ട്. നമ്മുടെ 50,000 രൂപ താഴെ വരത്തുള്ളത് യു കെക്ക് അകത്ത് വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ. യു കെയിൽ വെളിയിൽ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 363 പൗണ്ട്, അതായത് നമ്മുടെ 40,000 രൂപ താഴെ വരുള്ളൂ. അതും ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ ഡിപ്പെൻഡന്റ്, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ വിസ ഫീസ് സെപ്പറേറ്റ് ആണ് അടയ്ക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത് സർചാർജും ചെയ്യണം. അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും ചെയ്യണം. അതും ഏകദേശം ഒരു 400 പൗണ്ടോളം വരും. എല്ലാം കൂടെ നമുക്ക് ഒരു 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപയ്ക്കകത്ത് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ വരുള്ളൂ. നമ്മൾ ഒന്ന് ഓർത്തോണം, നമ്മുടെ സ്റ്റുഡന്റ് വിസയിൽ നമ്മൾ 10-30 ലക്ഷം രൂപ കൊടുത്താണ് നമ്മൾ വരുന്നത് ഒരാൾക്ക് മാത്രം. നമ്മുടെ ഫീസും നമ്മുടെ ലിവിങ് എക്സ്പെൻസും നമ്മുടെ വിസ ഫീസ് അങ്ങനെയെല്ലാം നമ്മുടെ ഹെൽത്ത്
ഹെൽത്ത് സർചാർജ് എല്ലാം കൂടെ ചേർത്ത് അത്രയും രൂപയും നമ്മൾ കൊടുത്താണ് വരുന്നത്. പിന്നെ നമ്മൾ ഡിപ്പെൻഡന്റ് കൊണ്ടുവരുവാണെങ്കിൽ എക്സ്ട്രാ അതിന്റെയും കൂടെ അവർക്കും കൂടെ അടയ്ക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാം കൂടെ, അതായത് നമ്മുടെ ഹെൽത്ത് സർചാർജും നമ്മുടെ വിസ ഫീസും കൂടെ നമുക്ക് 1 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലാവുന്നുള്ളൂ. ഇത് ഭയങ്കര ലക്കാണ് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്, ഇത്ര പൈസ കുറച്ചൊരു വിസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹെൽത്ത് സർചാർജ് ചെയ്യുമ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ അടയ്ക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വേണം നമുക്ക് ഡയറക്റ്റ് ഈ പൈസ ഹെൽത്ത് സർചാർജിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അത് വിസയ്ക്കായാലും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ വിസയുടെ ഫീസ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓൺലൈൻ വഴി government.uk കയറി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, ഏജന്റ് ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത കാര്യം, നമുക്കിനി ഈ വിസയിൽ എത്ര നാൾ നിൽക്കാം? ഈ വിസയിൽ നമുക്ക് 2 വർഷമേ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കണമെങ്കിൽ നമ്മുടെ കറന്റ് വിസ പീരീഡ് തീരുന്നതിന് മുൻപ്, അതായത് നമ്മളിപ്പോ നിന്നുകൊണ്ടിരിക്കുന്ന ആ വിസയുടെ പീരീഡ് തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അടുത്ത ഒരു വിസയ്ക്ക് വേണ്ടി ഇത് ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അപ്പോഴും ന്യൂ ഐഡിയ വേണം കേട്ടോ. അപ്പൊ നമ്മൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ 2 വർഷം കൂടി നിൽക്കാം. അങ്ങനെ പറ്റുള്ളൂ. ഇനി ഈ വിസയുടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു, ഗ്രാൻഡ് ആയെന്ന് വെച്ചോ. ഇനി ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അതിനെ പറ്റിയാണ് പറയുന്നത്. ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ. ഇങ്ങനെ ഇത്രയും പേരെ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ പാരന്റ്സിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യരുതാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ആരൊക്കെ കൊണ്ടുവരാന്ന്. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ വിസയിൽ നിന്ന് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ ജോബ് നോക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആരോടോ പറഞ്ഞായിരുന്നു അങ്ങനെ പറ്റില്ല എന്ന്, അത് എന്റെ മിസ്റ്റേക്ക് ആണ്, സോറി. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ബിസിനസ് കൊണ്ടുപോകണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റും ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ, അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, പറ്റും കേട്ടോ. ഈ ബിസിനസിന്റെ കൂടെ തന്നെ റൺ ചെയ്യാൻ പറ്റും, നമുക്ക് വേറൊരു ജോബ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ പബ്ലിക് ഫണ്ട് അലോ ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. അതായത് ഇപ്പം ചൈൽഡ് കെയർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് കുറെ ഉണ്ട്. ജോബ് സീക്കേഴ്സ് അലവൻസ്, അതായത് നമുക്കിപ്പം 16 18 ആ ഒരു ഏജിനുള്ളിൽ നമുക്കിപ്പോൾ ജോലി കിട്ടിയില്ല എങ്കിൽ, 9 മാസത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇവിടെ ജോബ് സീക്കേഴ്സ് അലവൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊഴിലില്ലായ്മ വേതനം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇങ്ങോട്ട് പൈസ കിട്ടും. അങ്ങനെയുണ്ട്. അതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ വർക്കിംഗ് ടാക്സ് ക്രെഡിറ്റ്, ഡിസബിലിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും അതിന്റെ അലവൻസ് അങ്ങനെ കിട്ടില്ല. പിന്നെ നമ്മുടെ വർക്കിംഗ് അലവൻസിന്റെ എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻകം സപ്പോർട്ട്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഈ വിസയിൽ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്ത് ജോബും ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ഈ ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ ജോബ്സും ചെയ്യാം. നമുക്ക് ഏണിങ്സ് മാക്സിമം ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഡിപ്പെൻഡിനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ജോബ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഈ 2 വർഷം കൊണ്ട് സാധിക്കും. കാരണം നമുക്ക് വലിയ പൈസ മുടക്ക് ഇല്ലാതല്ലേ നമ്മൾ വരുന്നത്. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലാണെങ്കിൽ വരുന്നെങ്കിൽ നമ്മൾ ഇത്ര നാളെ നമ്മൾ മുടക്കിയ പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക. പക്ഷെ ഇതാണെങ്കിൽ നമുക്കൊരു ഇപ്പൊ ഒറ്റയ്ക്കാ വരുന്നെങ്കിൽ 1 ലക്ഷം രൂപയിൽ കാര്യം നിൽക്കും. അടുത്ത കുഞ്ഞിനെയും കൊണ്ടാ വരുന്നെങ്കിൽ, കുഞ്ഞിനെ ഭാര്യയും കൊണ്ടാ വരുന്നെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപയിൽ നിന്നും നമ്മുടെ കാര്യം, ഇപ്പൊ മാക്സിമം നമ്മുടെ ടിക്കറ്റ് ചാർജും എല്ലാം കൂടി ചേർത്ത് ഞാൻ മാക്സിമം ആണ് പറയുന്നത്, ഒരു 5 ലക്ഷം രൂപയിൽ താഴെ ആവുകയുള്ളൂ. അപ്പൊ നമുക്ക് അത് നമ്മൾ 1-2 മാസം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഭാര്യയും ഭർത്താവും കൂടെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ ജോബും ചെയ്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറയുന്നതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് ഭയങ്കര ലക്കാണ് ഞാൻ പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടി. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഡോക്ടറായിട്ടോ ഡെന്റിസ്റ്റ് ആയിട്ടോ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നവരാ. അപ്പൊ ഇവിടെ വന്ന് ആ ടെസ്റ്റ് ഒക്കെ പാസ്സായാൽ മാത്രമേ നമുക്ക് ഡെന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇവിടെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ, ഏത് വിസയിൽ വന്നാലും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ സ്പോർട്സ് ആൾക്കാരുണ്ടല്ലോ, ഈ സ്പോർട്സിന്റെ കോച്ചസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയും നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ നിങ്ങൾക്ക് ഒരുമാതിരി കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എത്രയാണ് ഫീസ്, നമുക്ക് എന്തൊക്കെ ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാം, എന്തൊക്കെ ചെയ്യാം, അതായത് ആരെയൊക്കെ കൊണ്ടുവരാം നമ്മുടെ കൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി എന്തൊക്കെ ചെയ്തുകൂടാ എന്നും മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം വരുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അതായത് നമുക്ക് ഈ വിസ കിട്ടാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ ഒരു എൻഡോഴ്സ്മെന്റ് ബോഡീസിന്റെ ലിസ്റ്റ് ഇട്ടായിരുന്നു. അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ബിസിനസ് ഓർഗനൈസേഷന്റെയും ലിസ്റ്റ് നിങ്ങളെ കാണിച്ചല്ലോ. അവരുടെ കയ്യിൽ നിന്ന് ഒരു അപ്രൂവൽ ലെറ്റർ വേണം. അതായത് അവർ നമ്മുടെ ബിസിനസ് ഐഡിയ അംഗീകരിച്ചു, ഇത് ഇന്നോവേറ്റീവ് ആണ്, വയബിൾ ആണ്, ന്യൂ ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടു, നമ്മുടെ ഐഡിയ അവർ സ്വീകരിച്ചു എങ്കിൽ അവരൊരു ലെറ്റർ തരും, ആ ഒരു അപ്രൂവ്ഡ് ലെറ്റർ തരും. ആ ലെറ്റർ വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അത് നിങ്ങളോട് പറഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങൾ കുറെ പേര് എന്നോട് ചോദിച്ചു ഏജ് ലിമിറ്റ് എത്ര വയസ്സ് വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന്. ഏജ് ലിമിറ്റ് അങ്ങനെയില്ല, എന്ന് വെച്ചാൽ അപ് ടു ഇന്ന ഏജ് എന്നില്ല. 18 മുതൽ എത്രയാണോ അത്രയും തന്നെ. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് കാര്യം പറയട്ടെ, നിങ്ങളോട് ഏജിന്റെ കാര്യവും പഠിക്കുന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏജിന്റെ കാര്യം എന്നോട് ചോദിക്കാറുണ്ട്. ഇവിടെ ഏജ് ലിമിറ്റ് അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണ് അങ്ങനെയൊക്കെ. ഇപ്പം 50 വയസ്സ് കഴിഞ്ഞാൽ പ്രായമായി, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ പ്രായമായി, അങ്ങനെ ഒരു ചിന്ത വരുന്നത്. ഇവിടെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ 70-75 വയസ്സ് പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നത്, നമ്മുടെ ബസ് ഓടിക്കുന്നത്, ഈ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഓടിക്കുന്നത് പലരും ഇത്രയും പ്രായമുള്ള 60 കഴിഞ്ഞ് 65 കഴിഞ്ഞ് ഒക്കെ പ്രായമുള്ളവർ തന്നെയാണ്. ഇവിടെ അങ്ങനെ ആരും ഡിപ്പെൻഡ് ചെയ്തൊന്നും ജീവിക്കാറില്ല കേട്ടോ. മാക്സിമം അവർക്ക് എത്ര നാൾ അവർക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമോ അതെല്ലാ കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് ചെയ്യും. ഇതിപ്പോ ഞാൻ ഏജ് ലിമിറ്റ് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് ഇത്രയും. ബോറടിപ്പിച്ചെങ്കിൽ സോറി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ 18 വയസ്സാണ് മിനിമം ഏജ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളിപ്പം ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്ത്, അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ PhD ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു UK ഗവൺമെന്റ് അംഗീകരിച്ച ഇതേതെങ്കിലും ഒരു ഡിഗ്രിയോ മാസ്റ്റേഴ്സോ PhDയോ വേണം. പിന്നെ അവർ പറയുന്ന ഇംഗ്ലീഷ് ക്രൈറ്റീരിയൻ വേണം. അതത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ബാച്ചിലേഴ്സ് ഇല്ല, ഡിഗ്രി ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം UK അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ CEFR ലെവല് B2 ലെവൽ വേണം കേട്ടോ. CEFRന്റെ B2 ലെവൽ വേണം. ഏതിനൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പോലെ IELTS റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്ങിന്, സ്പീക്കിങ്ങില് അത് സാധാരണ പോലെ തന്നെ നമ്മൾ IELTSന്റെ പറയുന്ന പോലെ തന്നെ IELTS തന്നെ വേണം എന്നില്ല. UK ഗവൺമെന്റ് അംഗീകരിച്ച ഏത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായാലും മതി കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കാര്യം നമ്മുടെ 18 വയസ്സ്, അതെല്ലാവർക്കും അറിയാം, അത് നമുക്കൊക്കെ 18 വയസ്സ് കഴിഞ്ഞവരാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള പൈസ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കണം. ഈ ലിവിംഗ് എക്സ്പെൻസ് നമുക്ക് 90 ദിവസം നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ടിരുന്നാൽ മതി. അതായത് നമ്മുടെ 3 മാസം ഇട്ടാൽ മതി. സ്റ്റുഡന്റ് വിസ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന പൈസയാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ 940 പൗണ്ടാണ്. നമ്മുടെ 1 ലക്ഷം രൂപയാണ് നമ്മൾ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. ഈ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കേണ്ടത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ UK പോലൊരു കൺട്രിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുമ്പം ഇവിടുത്തെ എക്സ്പെൻസ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് കിടക്കണ്ടേ. അപ്പൊ ആ പൈസയ്ക്ക് വേണ്ടിയാണ് അവർ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കണം എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞിട്ട്, ഇപ്പൊ നിങ്ങൾ മാത്രമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്രം മതി. ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഓരോ ഡിപ്പെൻഡന്റിനും ഈ എമൗണ്ട് തന്നെ കാണിക്കണം കേട്ടോ. 90 ദിവസം കാണിച്ചാൽ മതി. അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഈ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇത് കാണിക്കണം. അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടെ വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന പൈസയാണ്, അത് മറക്കണ്ട. അപ്പൊ അത് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനി അത്രയും കാര്യങ്ങൾ വേണം. ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്ന് വെച്ചാൽ, നമ്മുടെ പാസ്പോർട്ട് വേണം, പിന്നെ നമ്മുടെ ഈ എൻഡോഴ്സ്മെന്റ് ലെറ്റർ വേണം, നമുക്ക് അംഗീകരിച്ച ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച ആ ഒരു ലെറ്റർ വേണം. പിന്നെ നമുക്ക് ഈ 90 ദിവസം നമ്മുടെ ബാങ്കിൽ പൈസ കിടന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം. 945 പൗണ്ടാണ്. ഞാൻ 940 എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു, സോറി. 945 പൗണ്ടിന്റെ അതും വേണം. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്, ഏത് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണോ UK ഗവൺമെന്റ് അംഗീകരിച്ച്, ഏത് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണോ നമ്മൾ പാസ്സായത്, ആ പാസ്സായതിന്റെ ലെറ്ററും വേണം.
ഇത്രയും വേണം. അത് പിന്നെ നമ്മുടെ ഡിപ്പെൻഡന്റ് വരുവാണെങ്കിലും ഈ പാസ്പോർട്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിപ്പെൻഡന്റ് ആണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പിന്നെ ഇതൊക്കെ വേണം. പിന്നെ അഥവാ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ തോന്നിക്കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ്സും വെക്കണം. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ലിവിംഗ് എക്സ്പെൻസ് ടോട്ടൽ എത്ര ആകുമെന്ന് പറയാം. ഇപ്പം നിങ്ങൾ തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 945, ഡിപ്പെൻഡന്റ് ആണെങ്കിൽ 630 ആണ്. 630 പൗണ്ട് വീതമാണ് ലിവിംഗ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. അപ്പം അത് നമുക്ക് പിൻവലിക്കാവുന്ന പൈസയാണ്. അപ്പം ഞാൻ 2 കാര്യങ്ങൾ തെറ്റിച്ചു പറഞ്ഞു, സോറി. ഒന്ന് 945 ആണ് നമ്മുടേത്, പിന്നെ രണ്ടാമത്തത് ഡിപ്പെൻഡന്റിന് 630 പൗണ്ടാണ്. അപ്പൊ അത് തെറ്റിപ്പോയി, സോറി, അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ അതിന് എത്ര ആണെന്ന് പറയാം. 945, ഇപ്പൊ ഞാൻ വരുന്നെങ്കിൽ 945 എനിക്ക്, പ്ലസ് എന്റെ ഹസ്ബൻഡിന് 630, പ്ലസ് എനിക്ക് എത്ര കുട്ടികളുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും 630. അങ്ങനെയാണ് നമ്മുടെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വിസ ഫീസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര രൂപയാവും ഏകദേശം എന്ന്. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ടയർ 1 വിസയിലാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എനി ടയർ 2 വിസ, അതുമല്ല സ്റ്റുഡന്റ് വിസയിലാണ് നിൽക്കുന്നത്, ടയർ 4ലാണ് നിൽക്കുന്നത്, അതുമല്ല നിങ്ങൾ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയാണെങ്കിലും ഇപ്പൊ ഈ എല്ലാ വിസയാണെങ്കിലും ഇപ്പൊ പറഞ്ഞ എല്ലാ വിസകൾക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയസ്, അതായത് എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയസും നമ്മളും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പം ടയർ 4ലാണ്, നമ്മൾ സ്റ്റുഡന്റ് വിസയാണ്, നമുക്ക് ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കരുത്. ഈ കഴിഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇംഗ്ലീഷ് ലാംഗ്വേജ്, നമ്മുടെ അപ്രൂവൽ ലെറ്റർ എല്ലാം വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്റ്റാർട്ടപ്പ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഒത്തിരി വലിച്ചു നീട്ടിയെങ്കിൽ സോറി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇത്രയും വിശദമായി പറഞ്ഞത്. കാരണം ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് കമന്റ് ബോക്സിലോ മെയിൽ ഐഡിയിലോ അല്ലെങ്കിൽ FB ഐഡിയിലോ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും കൂട്ടുകാരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കേട്ടോ. അതിന്റെ കാര്യം കൂടെ കമന്റ് ബോക്സിൽ ഇട്ടേക്ക്. അത്രേ ഉള്ളൂ. ബൈ.